ഇനി ശബരിമല സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഇന്ന് രണ്ടാം തിരുവുത്സവമാണ്. ഇന്ന് മുതൽ ഉത്സവ ബലി തുടങ്ങും. രാവിലെ 10:30 മുതലാണ് ഉത്സവ ബലി ചടങ്ങുകൾ നടക്കുക. 11-ാം തീയതി പമ്പയിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഉത്സവശേഷം വിഷു പൂജകളും പൂർത്തിയാക്കി ഏപ്രിൽ 18-നാണ് നട അടയ്ക്കുക. മിഥുൻ മുരളി ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. മിഥുൻ, ഇപ്പോഴും അവിടെ തിരക്ക് തുടരുകയാണോ? എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ചടങ്ങായ ഉത്സവബലി നന്നേ കുറവാണ്. ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി ഇന്നു മുതൽ തുടങ്ങും. രാവിലെ 10:30 മുതലാണ് ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങുന്നത്. ചടങ്ങുകൾ നടക്കുന്ന 2.5 മണിക്കൂർ സമയം ഭക്തർക്ക് ദർശനം ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടച്ച് പിന്നീട് വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. വൈകിട്ട് 6:30-ക്ക് ദീപാരാധന ശേഷം പടിപൂജയുണ്ട്. അത്താഴ പൂജ, ശ്രീഭൂതബലി തുടങ്ങിയതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. കഴിഞ്ഞ 2 ദിവസം പോലെ തന്നെ ഇന്നും നന്നേ തിരക്ക് കുറവാണ്. സുഗമമായ ദർശനം രാവിലെ എത്തുന്ന ഭക്തർക്കെല്ലാം സാധ്യമാകുന്നുണ്ട്. 18-ാം പടി തൊട്ട് വണങ്ങി സാവധാനം ശ്രീകോവിലിന്റെ മുന്നിലേക്ക് എത്തി ദർശനം സാധ്യമാകുന്ന അവസരമാണ് ഇന്ന് ഭക്തജനങ്ങൾക്ക് രാവിലെ ഉള്ളത്. തിരക്കൊന്നും കൂടാതെ തന്നെ സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ടായിരുന്നു ഇന്നലെയും മിനിഞ്ഞാന്നും. നട തുറന്ന 2 ദിവസവും അതേ സാഹചര്യം തന്നെയാണ് ഇന്നും ഉള്ളത്. ഉത്സവ സമയത്ത് ചടങ്ങുകൾക്കാണ് പ്രാധാന്യം കൂടുതലുള്ളത്. രാവിലെ ഉത്സവബലി സമയത്തും വൈകിട്ട് നട തുറക്കുമ്പോൾ പടിപൂജയുടെ സമയത്തും അതിനുശേഷം ശ്രീഭൂതബലി സമയത്തും ഒന്നും ഭക്തർക്ക് ദർശനമില്ല. 2 മണിക്കൂർ മാത്രമാണ് വൈകിട്ട് സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനമുള്ളത്. രാവിലെ 10 മണി വരെയാണ് ദർശനം ഉള്ളത്. 10:30-ക്ക് ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങിയാൽ പിന്നീട് ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യമില്ല. ആ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങളെല്ലാം ഫ്ലൈ ഓവറിലേക്കും നടപ്പന്തലിലേക്കും ഒക്കെ മാറ്റി ഭക്തജനങ്ങൾക്ക് പിന്നീട് നട തുറക്കുന്ന സമയം വരെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഉത്സവ സമയത്ത് ഈ ദർശനത്തെക്കാൾ കൂടുതൽ ഉത്സവ ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് ഉത്സവ സമയത്ത് ഭക്തജനങ്ങൾ കൂടുതലായിട്ട് എത്താത്തത്. മുൻ വർഷങ്ങളിലും ഇതേ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. ഉത്സവ സമയത്ത് ഭക്തജന തിരക്ക് കുറവായിരുന്നു. പക്ഷേ വിഷുവിനോടടുക്കുന്ന ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 10-ാം തീയതിക്ക് ശേഷം വലിയ തിരക്ക് ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡും കണക്കിൽ കൂട്ടുന്നത്. 10-ാം തീയതി മുതൽ വിഷു വരെയുള്ള ദിവസം 14-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ മുൻ വർഷങ്ങളിലും എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്നത് വിഷു സമയത്താണ്. വിഷു കണിക്കുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തിരക്ക് ഇല്ലെങ്കിൽ കൂടി അത് കണക്കിലെടുക്കേണ്ടതില്ല. വിഷു സമയത്ത് ധാരാളം ഭക്തജനങ്ങൾ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തും. അത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു മിനി തീർത്ഥാടന കാലത്തിന് സമാനമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. 18 ദിവസമാണ് ഏപ്രിൽ മാസം നട തുറന്നിരിക്കുന്നത്. 10-ാം തീയതിക്ക് ശേഷം അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഇടത്താവളങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വിവിധ വിഭാഗങ്ങളോട് എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കി ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകൾ മുന്നൊരുക്കങ്ങൾ ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 14-ാം തീയതി വിഷുദിനത്തിൽ പുലർച്ചെ 4 മണി മുതലാണ് വിഷുക്കണി ദർശനം ഉള്ളത്. 10-ാം തീയതി പള്ളിവേട്ട, 11-ാം തീയതി പുലർച്ചെ ആറാട്ട് ബലിയടക്കമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി 9 മണിയോടുകൂടി പമ്പയിലേക്ക് ആറാട്ട് ഘോഷയാത്ര പുറപ്പെടും. 11 മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. വൈകിട്ട് 4 മണി വരെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തും. അവിടെ ഭക്തർക്ക് ദർശന സൗകര്യമുണ്ട്. വൈകിട്ട് 4 മണിക്ക് പമ്പയിൽ നിന്നും ഘോഷയാത്ര സന്നിധാനത്തേക്ക് മടങ്ങും. ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോൾ കൊടി ഇറങ്ങും. പിന്നീട് 12-ാം തീയതി വിഷുപൂജകൾ തുടർച്ചയായിട്ടുള്ള വിഷുപൂജകൾക്കായിട്ട് നട തുറക്കും. 14-ാം തീയതി വിഷു എല്ലാ പൂജകളും പൂർത്തിയാക്കി 18-ാം തീയതി രാത്രി 10 മണിയോടുകൂടി നട അടയ്ക്കും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ക്രമീകരണം. മറ്റ് ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പൂജാ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുന്നു. 10:30-യോടുകൂടി ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഇനി ഉത്സവബലിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ഉത്സവബലി ഇന്നു മുതൽ ആരംഭിക്കുന്നു. പള്ളിവേട്ട വരെയാണ് ഉത്സവബലി ഉള്ളത്. ഉത്സവബലി കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് വിളക്കിന് എഴുന്നള്ളിപ്പാണ്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് അത് 6-ാം ഉത്സവം മുതൽ 5-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. പിന്നീട് പള്ളിവേട്ട 10-ാം തീയതി, 11-ാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കുന്നതോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ദേവിക, ശരി.